ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് നമ്മുടെ സുന്ദരി കുട്ടികൾക്ക് വേണ്ടിയിട്ട്, നമ്മുടെ കുഞ്ഞു മക്കൾക്ക് വേണ്ടിയിട്ട് ഒരു ഹെയർ ബോ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ. ഒരു ഹെയർ ബോ അല്ല കേട്ടോ, നമ്മൾ 3 ടൈപ്പിലാണ് ചെയ്യുന്നത്. വീഡിയോ ഫുള്ളായിട്ട് കാണാം. കുറച്ച് ലോങ് വീഡിയോ ആണ് കേട്ടോ. ഇത് ബോയുടെ വീഡിയോ ആണ്. എന്താ പറയുക, നമ്മൾ 3 വീഡിയോ ആയിട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നിയില്ല. അതുകൊണ്ട് ഞാനൊരൊറ്റ വീഡിയോയിൽ തന്നെയാണ് 3 ബോയും ചെയ്ത് കാണിക്കുന്നത് കേട്ടോ. വളരെ സിമ്പിളാണ്. 1 രൂപ പോലും നമുക്ക് ചിലവില്ല. നമുക്ക് സിമ്പിളായിട്ട് വീട്ടിൽ ചെയ്തെടുക്കാം. കടയിൽ നിന്ന് വാങ്ങിക്കേണ്ട യാതൊരു ആവശ്യമില്ല. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഞാൻ തന്നെ കുറച്ച് തുണി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ നല്ലത് നോക്കി നമുക്ക് നമ്മുടെ വീട്ടിലുള്ള പഴയ തുണികൾ എടുക്കാം കേട്ടോ. കുട്ടികളുടെ പഴയ ഫ്രോക്ക്, അങ്ങനെയുള്ള കുഞ്ഞ് മക്കളുടെ നല്ല കളർഫുള്ളായിട്ടുള്ള തുണികളൊക്കെ വരുമല്ലോ. തയ്ക്കുന്നവരാണെങ്കിൽ ഇതുപോലെ വെട്ട് തുണിയുടെ ബാക്കിയൊക്കെ ഉണ്ടാവും, അത് വെച്ച് ചെയ്യാവുന്നതാണ്. അല്ലാത്തവരാണെങ്കിൽ പഴയ നല്ല ഷോളുകളോ നല്ല നെറ്റിൻ്റെ ക്ലോത്തോ അല്ലെങ്കിൽ പഴയ നെറ്റിൻ്റെ ഷോളോ ഒക്കെ വെച്ചിട്ട് നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് കണ്ടു നോക്കാം. ഇതുപോലത്തെ പ്ലെയിൻ ബോയാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. കുഞ്ഞുങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പഴയ ബോയൊക്കെ ഉണ്ടല്ലോ, പഴയതായ പ്ലെയിൻ ആയിട്ടുള്ള ബോ, അതിനെ നമുക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് അടിപൊളിയാക്കി എടുക്കാം. എന്താ, അപ്പോൾ ഇതുപോലെ കുറച്ച് പഴയ ബോ എടുത്ത് വെച്ചോളൂ. അപ്പോൾ നമുക്ക് ആദ്യം ഇതുപോലെ ഒരെണ്ണമാണ് എടുത്തത്. ഇത് ഞാൻ വാങ്ങിച്ചതാണ് കേട്ടോ. എൻ്റെ വീട്ടിൽ പെൺകുട്ടികളില്ലാത്തത് കൊണ്ട് തന്നെ എനിക്ക് പഴയ ബോ ഒന്നും കിട്ടിയില്ല. അതുകൊണ്ട് ഞാൻ വാങ്ങിച്ചതാണ് ഗ്രീൻ കളർ. 10 രൂപയായിരുന്നു കേട്ടോ. എന്നാലും 10 രൂപയുടെ ചിലവല്ലേ ഉള്ളൂ, അപ്പോൾ കുഴപ്പമില്ല, നോക്കാം. അപ്പോൾ ഞാൻ ആദ്യം നെറ്റിൻ്റെ ക്ലോത്താണ് എടുത്തത്. ഇതാണെങ്കിൽ ഏകദേശം ചേരുന്ന ഒരു തുണിയും കൂടെ നമുക്ക് എടുത്ത് വയ്ക്കണം. ഇത് നമുക്ക് നെറ്റിൻ്റെ ലൈനിങ് ആയിരുന്നു കേട്ടോ. ലൈനിങ്ങിൻ്റെ ബാക്കി വന്നതാണ്, അങ്ങനെ ഞാൻ എടുത്ത് വെച്ചതാണ്. ഈ ഒരു 2-2.5 ഇഞ്ച് വീതിയിൽ ഞാൻ ഒരു 2 പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എനിക്ക് തുണി അത്രയും നീളത്തിൽ കിട്ടാത്തതുകൊണ്ടാണ് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തത്. നിങ്ങൾ ചെയ്യുമ്പോഴത്തേക്കിനും നല്ല നീളത്തിൽ കിട്ടുകയാണെങ്കിൽ ഒരു നല്ല ബോയിൽ നമുക്ക് ചുറ്റിയെടുക്കാൻ പാകത്തിന് നല്ല നീളത്തിലൊരു പീസിങ് കട്ട് ചെയ്തെടുക്കാം. 2ആയിട്ട് മടക്കിയിട്ടാണ് നമ്മൾ ചുറ്റുന്നത്. അതിനനുസരിച്ചിട്ടുള്ള വീതി ഉണ്ടാവണം. കണ്ടോ, ഇതുപോലെ നമ്മൾ ജസ്റ്റ് ഇതിലെ അറ്റത്ത് ഇങ്ങനെ ചുറ്റി തുടങ്ങണം. ഇങ്ങനെ തുണി വെച്ചിട്ട് ഉള്ളിലേക്ക് മടക്കി വേണം തുടങ്ങാനായിട്ട്. ഇത് നല്ല ടൈറ്റായിട്ട് അവിടെ ഇരുന്നോളും. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ആ ബോയുടെ ആ അറ്റം നല്ല ഫിനിഷിങ്ങിലിരിക്കും. ഇങ്ങനെ ടൈറ്റായിട്ട് ചുറ്റിയിടണം. ഇത് അഴിഞ്ഞു പോകുമൊന്നുമില്ല കേട്ടോ. ഇങ്ങനെ തന്നെ ചെയ്തെടുത്താൽ മതി. ഇനിയിപ്പോൾ അങ്ങനെ അഴിഞ്ഞു പോകുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു പശ എന്തെങ്കിലും തേച്ചിട്ട് ജസ്റ്റ് ഒട്ടിച്ച് ഇങ്ങനെ റാപ്പ് ചെയ്ത് വരിക. അറ്റം മാത്രം ഒന്നൊട്ടിച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമുക്ക് ചുറ്റിയെടുക്കാം. ഇങ്ങനെ ചുറ്റി നല്ല നീറ്റായിട്ട് നമ്മൾ ചുറ്റിയെടുക്കണം. അപ്പോൾ കണ്ടോ, ഓരോ ലെയർ പോലെ അതിൻ്റെ പുറത്ത് ഇങ്ങനെ ലെയറായിട്ട് ഇങ്ങനെ ചുറ്റിയെടുക്കും. ഏകദേശം ഒരേ അകലത്തിലായിരിക്കണം നമ്മൾ ചുറ്റുന്നത്. എന്നാലേ അത് കാണുമ്പോൾ ഒരു ഭംഗി ഉണ്ടാകത്തുള്ളൂ. ഇതുപോലെ ഫുള്ളായിട്ട് തന്നെ നമുക്ക് ചുറ്റിയെടുക്കാം. നല്ല നീളത്തിലുള്ള, ഇതിന് ബോയ്ക്ക് പറ്റിയ നീളത്തിലുള്ള തുണിയാണെങ്കിൽ നമുക്ക് നല്ല ഫിനിഷായിട്ട് തന്നെ കിട്ടും. ഇതെനിക്ക് 2 പീസ് എടുക്കേണ്ടി വന്നതുകൊണ്ട് ഇടയ്ക്കൊന്ന് ഞാൻ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ വരെ ഞാൻ നല്ല നീറ്റായിട്ട് ചുറ്റിയെടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ ബാക്കി വന്ന ഭാഗം ജസ്റ്റ് ഒരു പശ തേച്ച് അവിടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. പശ തേച്ച് നമ്മൾ ഇടയ്ക്ക് വെച്ചൊരു ജോയിൻറ്റ് വന്നു കഴിഞ്ഞാൽ അവിടെ നല്ല നീറ്റായിട്ട് തന്നെ ഒട്ടിച്ചു കൊടുക്കണം. ഈ പശ ഇതുപോലെ ആയേക്കുന്ന പോലെ പുറത്താവരുത് കേട്ടോ. പുറത്തായി കഴിഞ്ഞാൽ അത് കളർ പോകത്തില്ല. പ്രത്യേകിച്ച് ഈ ഒരു ലൈറ്റ് കളർ ആയതുകൊണ്ട് എടുത്ത് കാണിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് സൂക്ഷിച്ച് ചെയ്യുക കേട്ടോ. ഞാൻ B7000 ആണ് യൂസ് ചെയ്യുന്നത്. ഇത് ഞാനിപ്പോൾ വാങ്ങിച്ച ഒരു ഗ്ലൂ ആണ്. നമ്മുടെ മിക്ക കടകളിലും കിട്ടും കേട്ടോ. എനിക്കൊരു സബ്സ്ക്രൈബർ പറഞ്ഞു തന്നാണ് ഈ B7000ൻ്റെ കാര്യം. നന്നായിട്ട് ഒട്ടും, നല്ല പശയാണ്, നമ്മൾ ട്രാൻസ്പെറൻ്റ് ആണ്, കളറൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെ ചുറ്റി 2 സൈഡും നല്ല നീറ്റായിട്ട് ഞാൻ ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടോ, നല്ല നീറ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആ നെറ്റിൻ്റെ ക്ലോത്ത് എടുക്കാം. ഒരു ഫ്ലവർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതൊരു സിമ്പിളായിട്ടുള്ള ഒരു ഹെയർ ബോ ആണ്, പക്ഷേ കാണാൻ നല്ല രസമാണ് കേട്ടോ. കോമൺ ആയിട്ട് നമ്മൾ കാണുന്നതാണ്. അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാമല്ലോ, അതിന് വേണ്ടിയിട്ട് സിമ്പിളാണ്. അപ്പോൾ ഞാൻ അതിലേക്ക് 3-4 മടക്കി എടുത്തിട്ട് ഒരു പീസ് ഞാനിങ്ങനെ 3-4 മടക്കിയിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുമിച്ച് പെട്ടെന്ന് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് മടക്കിയെന്നേ ഉള്ളൂ. സ്ക്വയർ പീസായിട്ട് നമ്മൾ കുറേ പീസ് കട്ട് ചെയ്തെടുക്കണം എന്നേ ഉള്ളൂ കേട്ടോ. ഇതൊരു 2 ഇഞ്ച് വീതിയും 2 ഇഞ്ച് നീളവും, അങ്ങനെ ഏകദേശം ഒരു സ്ക്വയർ ഷേപ്പിൽ. അത് ഇത്ര നീളം ഇത്ര വീതി എന്നുള്ളതല്ല. ഇതൊരു ഫ്ലവർ ഞാൻ ചെയ്യുമ്പോൾ മനസ്സിലാവും, ഒരു മീഡിയം സൈസ് ഫ്ലവറാണ് വരുന്നത്. നിങ്ങൾക്ക് ഇച്ചിരി കൂടെ വലുത് വേണമെങ്കിൽ ഇച്ചിരി കൂടെ വലിയ ഒരു സ്ക്വയർ ആക്കിയിട്ട് വേണം കട്ട് ചെയ്യാനായിട്ട്. ഇത് ആവശ്യത്തിനുള്ള വലിപ്പമുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഓരോ സ്ക്വയറിനെ എടുത്തിട്ട് ഇതുപോലെ ഒരറ്റത്തു നിന്ന് സെൻറ്റർ ഭാഗത്തു നിന്ന് ഇങ്ങനെ ചുരുക്കി ഇങ്ങനെ കൊണ്ടുവന്ന് നടുക്കൊരു കെട്ട് കൊടുക്കണം. നന്നായിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് നൂലുപയോഗിച്ചിട്ടൊന്ന് കെട്ടിക്കൊടുക്കുക. അപ്പോൾ നമുക്കത് പെറ്റൽസ് ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ഒരു ബട്ടർഫ്ലൈയുടെ ഷേപ്പിൽ നമുക്ക് കിട്ടും. അതിനെ നമ്മൾ നല്ല ടൈറ്റായിട്ടൊന്ന് സെക്യൂറായിട്ട് കെട്ടി വയ്ക്കാം.
ഇങ്ങനെ നമുക്ക് ബാക്കിയുള്ള എല്ലാ തുണികളും സ്ക്വയർ പീസിൽ കട്ട് ചെയ്തെടുത്തില്ലേ, അപ്പോൾ എല്ലാ തുണികളും നമുക്കിതുപോലെ കട്ട് ചെയ്തെടുക്കാം. നമുക്ക് എത്ര പെറ്റൽസ് വേണോ, എത്ര ഫ്ലവറിന് എത്ര അടുക്ക് വേണോ അതിനനുസരിച്ചിട്ട് ചെയ്യാവുന്നതാണ്. ഇതൊരു 3, 6, 7 എണ്ണമാണെന്ന് തോന്നുന്നു കേട്ടോ, എണ്ണി നോക്കിയില്ല. അപ്പോൾ അങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെയെല്ലാം ചേർത്ത് നമുക്കൊരു വലിയ ഫ്ലവർ ആക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഓരോ പെറ്റൽസും എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും, ഇതാ ഞാൻ കാണിക്കുന്ന ആ വീഡിയോയിൽ കണ്ടാൽ മനസ്സിലാവും, നമ്മൾ ഒരെണ്ണം നേരെയാണെങ്കിൽ ഒരെണ്ണം ചരിച്ച് അങ്ങനെ വേണം വെക്കാനായിട്ട്. അങ്ങനെ ഒരുമിച്ച് നമുക്കെല്ലാം കൂടെ വെച്ച് കൊടുക്കാം, അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിയിട്ട് വെച്ച് കൊടുക്കാം. ഇങ്ങനെ ഒരുമിച്ച് ചേർത്ത് വെച്ചിട്ട് നമുക്കിത് സെൻറ്ററിലൊന്ന് പിടിച്ചിട്ട് നമ്മളിതിനെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് പോവുകയാണ്. ഒരു സൂചിയും നൂലും ഉപയോഗിച്ചിട്ട് നമ്മൾ ആ ഫ്ലവറിൻ്റെ നമ്മൾ ചെയ്ത് വെച്ച ഫ്ലവറിൻ്റെ സെൻറ്ററിൽ കൂടെ കുത്തിയിറക്കി നമ്മളൊന്ന് ടൈറ്റായിട്ട് വെക്കണം. നല്ല ടൈറ്റായിട്ട് തന്നെ ചെയ്യണം കേട്ടോ. അപ്പം നമ്മൾ ആ ഫ്ലവർ നല്ലൊരു ഷേപ്പിൽ വരും. നമ്മൾ സെൻറ്ററിൽ കൂടെ കുത്തി ഇറക്കി എടുക്കുന്നുണ്ട്. കറക്റ്റ് സെൻറ്ററായിരിക്കണം. ഇങ്ങനെ കുത്തി ഇറക്കി 2 or 3 സ്റ്റിച്ച് കൊടുത്ത് നല്ലപോലെ ടൈറ്റ് ചെയ്ത് ഒരു കെട്ടിട്ട് കൊടുക്കണം. കണ്ടോ, ഞാൻ 3-4 തയ്യൽ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊരു കെട്ടിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നൂല് കട്ട് ചെയ്ത് കളയണ്ട, നമ്മളിതിൻ്റെ നടുക്കൊരു ബീഡ് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിന് വേണ്ടിയിട്ട് നൂല് അങ്ങനെ തന്നെ ഇടുക, സൂചിയും നൂലും കട്ട് ചെയ്ത് മാറ്റണ്ട. ഇപ്പം കണ്ടോ, നല്ല ഫ്ലവറിൻ്റെ ഒരു ഷേപ്പിൽ വന്നേക്കുന്നത്. അപ്പോൾ എക്സ്ട്രാ ആയിട്ട് പൊങ്ങി നിൽക്കുന്ന ആ ഒരു തുണിയൊക്കെ ഒന്ന് ലെവലിലൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. കണ്ടോ, അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഫ്ലവർ ഫോം ചെയ്തു. ഇനി നമുക്ക് ആ നൂല് നമ്മൾ എടുത്തല്ലോ, ആ ഭാഗത്തേക്ക് നമുക്ക് അതിൻ്റെ ആ സെൻറ്റർ ഭാഗത്താണ് നൂല് വെളിയിലോട്ടിരിക്കുന്നത്. ആ ഒരു സൂചിയിലേക്ക് നമുക്കൊരു ബീഡ് കോർത്ത് കൊടുക്കണം. എൻ്റെ കയ്യിൽ ചെറിയ വെള്ള മുത്താണ് ഉണ്ടായിരുന്നത്. നിങ്ങളുടെ കയ്യിൽ കുറച്ചുകൂടെ വലിപ്പമുള്ള മുത്തുണ്ടെങ്കിൽ അതെടുക്കുക കേട്ടോ. അതാണെങ്കിൽ കാണാനൊരു എടുപ്പുണ്ടാകത്തുള്ളൂ, കുറച്ചുകൂടെ വലിയൊരു മുത്ത്. ഇത് ഞാൻ വൈറ്റ് കളറിലുള്ള മുത്താണിത്. കുഞ്ഞുങ്ങളുടെ മാലയുടെ മുത്തൊക്കെ കാണുമല്ലോ, അല്ലെങ്കിൽ ആ ക്ലോത്തിൻ്റെ സെയിം കളർ എടുക്കുക, അല്ലെന്നുണ്ടെങ്കിൽ വൈറ്റ് എടുക്കുക. കോമൺ ആയിട്ട് വൈറ്റ് എടുക്കുക. അപ്പോൾ ഇച്ചിരി വലിയ ബീഡാണെങ്കിൽ കാണാൻ നല്ല ഭംഗിയായിരിക്കും. ഇത് ചെറിയ ബീഡായതുകൊണ്ട് അങ്ങനെ അത്രയും കാണാൻ പറ്റുന്നില്ലായിരുന്നു കേട്ടോ. നിങ്ങൾ ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്തെടുക്കാം. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ ആ സൂചിയിലോട്ട് മുത്ത് കോർത്ത് ഉള്ളിലേക്ക് കുത്തി ഇറക്കി നമ്മൾ ഈ വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാവുമല്ലോ. എന്നിട്ട് ആ മുത്ത് നമ്മൾ ഉറപ്പിച്ച് അവിടെ വയ്ക്കാം. കഴിഞ്ഞു, നമ്മുടെ ഫ്ലവർ അവിടെ റെഡി ആയിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ ഇതളുകളൊക്കെ നമുക്ക് നന്നായിട്ടൊന്ന് വിടർത്തി കൊടുക്കാം. അപ്പോഴേ നമ്മുടെ പൂവ് റെഡിയായി. അപ്പോൾ ഇതാണ് കണ്ടോ, നമ്മുടെ ബോയുടെ ഒരു വശത്തേക്ക് നമ്മുടെ ആ ഒരു ഫ്ലവർ നമ്മളൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആദ്യം സൂചി നമ്മുടെ ബോയിലേക്ക് കുത്തി ഇറക്കി ഫ്ലവറിൻ്റെ ഉള്ളിലേക്ക് എടുത്തിട്ട് ആ നൂല് അല്ലെങ്കിൽ തയ്യലൊന്നും പുറത്ത് കാണാത്ത രീതിയിൽ നമുക്ക് തയ്ച്ച് നല്ല ടൈറ്റാക്കി വെക്കാം. ഇത് പശ വെച്ച് ഒട്ടിച്ചാലും മതി കേട്ടോ. പശ വെച്ച് ഒട്ടിക്കുമ്പോൾ നമ്മുടെ B7000 ആണെങ്കിലും ഗ്ലൂഗൺ ആണെങ്കിൽ നമ്മൾ ഒട്ടിക്കുന്ന ഉടനെ തന്നെ നമ്മൾ ഗ്ലൂ തേച്ചിട്ട് അതിൻ്റെ പുറത്ത് വയ്ക്കാമെങ്കിൽ അങ്ങനെ തന്നെ ഇരിക്കും. പക്ഷേ നമ്മൾ വേറെ പശയാണെങ്കിൽ കുറച്ച് നേരം ഒന്ന് പ്രസ് ചെയ്ത് പിടിക്കണമെന്നേ ഉള്ളൂ. തയ്ച്ച് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ സെക്യൂറായിട്ട് അവിടെ ഇരുന്നോളും, അങ്ങനെ തന്നെ ഇരുന്നോളും. ആ പശയാണ് കേട്ടോ, പശയുടെ കളറാണ്. അപ്പോൾ നമുക്ക് അടുത്ത ബോ റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ബനിയൻ ക്ലോത്താണ് എടുത്തിരിക്കുന്നത് കേട്ടോ. നമ്മൾ ഈ വലിയുന്ന ടൈപ്പ്, നമ്മുടെ ഒരു പൈജാമയുടെ ബാക്കി വന്നൊരു കട്ട് ചെയ്ത പീസാണത് കേട്ടോ. കാണാൻ നല്ല രസമില്ലേ, നല്ല ഫ്ലവറിൻ്റെ പ്രിൻ്റൊക്കെയുള്ള. ഇത് വെച്ച് ചെയ്ത് വന്നു കഴിഞ്ഞപ്പോൾ നല്ല രസമുണ്ടായിരുന്നു അത് കാണാനായിട്ട് കേട്ടോ. ഒരു വീതിയുള്ളൊരു പീസ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് ഞാനാണെങ്കിൽ നമ്മുടെ ആ ഒരു വൈറ്റ് ബോ, വീതിയുള്ളൊരു ബോ ഉണ്ടായിരുന്നല്ലോ, അതിലേക്ക് ഞാനൊന്ന് ചുറ്റിയെടുക്കുന്നുണ്ട്. ഇതേപോലെ തന്നെ സെയിം നമ്മൾ മറ്റേത് ചുറ്റിയെടുത്ത പോലെ തന്നെ ചുറ്റിയെടുക്കുന്നുണ്ട്. ഇതാ കണ്ടോ, ഇപ്പോൾ നല്ല അറ്റമൊക്കെ നന്നായിട്ട് ഫിനിഷ് ചെയ്ത് ഒട്ടിച്ച് കൊടുക്കാം. നന്നായിട്ട് ഞാൻ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, ഗ്ലൂ തേച്ചിട്ടാണ് ഒട്ടിച്ചത്. കുറച്ച് നേരം ഒന്ന് പ്രസ് ചെയ്ത് പിടിച്ചുകൊണ്ടിരിക്കണം, അല്ലെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കൈയെടുക്കാമെങ്കിൽ അങ്ങ് ഇളകിപ്പോരും. അപ്പോൾ ഇതാ നല്ല സെക്യൂറായിട്ട് അടിപൊളിയായിട്ട് നമ്മൾ നല്ല ഫിനിഷായിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇതിങ്ങനെ തന്നെ വയ്ക്കാം, ഒരു കുഴപ്പമില്ല കേട്ടോ. പക്ഷേ ഇതിനെ നമുക്കൊന്നുകൂടെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അതാകുമ്പോൾ ഇച്ചിരി ഒന്ന് ഗ്രാൻഡ് ആവുമല്ലോ അല്ലേ. എന്തായാലും ഇത്രയും ചെയ്തില്ലേ, അപ്പോൾ ബാക്കിയും കൂടെ ചെയ്യാം. അപ്പോൾ ഇനി നമുക്കതിലേക്ക് കുറച്ച് ഫ്ലവറൊക്കെ ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അതിന് ചേരുന്ന ഒരു ക്ലോത്ത് എടുത്തിട്ടുണ്ട്. അതിനോട് ചേരുന്ന കളറ് വൈറ്റ് ആണെന്ന് തോന്നിയതുകൊണ്ട് വൈറ്റാണ് എടുത്തത്. നമ്മളൊരു 2 ഇഞ്ച് വീതിയുള്ളൊരു ക്ലോത്ത് എടുത്തു. അതിനൊരു നീളത്തിലൊരു പീസ് കട്ട് ചെയ്തെടുത്തു. എന്നിട്ട് അതിനെ ഞാൻ 2ആയിട്ട് മടക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ 2ആയിട്ടൊന്ന് മടക്കി എടുക്കാം. എന്നിട്ട് ആ ഭാഗത്തൊരു സ്റ്റിച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മളതിനെ മറിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഒരു പൈപ്പ് പോലെ നല്ല ലെവലായിട്ട് വേണം, ഒറ്റ ലെവലിൽ വേണം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട്. സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി നമ്മളതിനെ ഒന്ന് കുത്തി, കത്രികയുടെ അറ്റം വെച്ചൊന്ന് കുത്തിയിട്ട് തിരിച്ച് അപ്പുറത്തോട്ട് മറിച്ചെടുക്കാം. ഇതാ, അപ്പോൾ ഇങ്ങനെ തന്നെ കിട്ടും. ഇത് വെച്ച് ഞാൻ ഒരു 4 ഫ്ലവർ പോലെയാണ് ചെയ്തെടുക്കുന്നത്. ഒരു ബോയുടെ ഷേപ്പിൽ, നമ്മുടെ ഈ ബട്ടർഫ്ലൈയുടെയൊക്കെ ഒരു ഷേപ്പിലുണ്ടല്ലോ, അപ്പോൾ ആ ഒരു ഷേപ്പിൽ കിട്ടും. അപ്പോൾ എന്താണ് ഞാൻ പുറത്തോട്ട് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു 4 എണ്ണമാണ് നടിങ്ങനെ മടക്കി ആദ്യം 2ആയിട്ട് മടക്കുന്നു, എന്നിട്ട് അതിനെ പിന്നെയും 2ആയിട്ട് മടക്കുന്നു. അപ്പോൾ ഒരുപാട് ചെറുതാകത്തില്ല, നമ്മുടെ ആവശ്യത്തിനുള്ള വീതിയിൽ കിട്ടും.
കണ്ടോ, ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു 4 പീസ് നമുക്ക് കിട്ടും. ഇനി ഇത് വെച്ചിട്ടാണ് നമ്മൾ കുഞ്ഞ് ബോ ഉണ്ടാക്കി എടുക്കുന്നത്. നമ്മുടെ ബട്ടർഫ്ലൈ പോലെ ഇരിക്കുന്ന ബോ ഉണ്ടല്ലോ, അപ്പോൾ അത് നമുക്ക് ചെയ്തെടുക്കാം. ആദ്യം ഇതിനെ നമ്മൾ ആ സ്റ്റിച്ച് സെൻറ്ററിൽ വരുന്ന പോലെ എടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മടക്കാം. എന്നിട്ട് അതിൻ്റെ സെൻറ്ററിൽ കൂടെ ഒരു റണ്ണിങ് സ്റ്റിച്ച് കൊടുക്കുക. ഇത് കാണുമ്പോൾ എത്രത്തോളം മനസ്സിലാവുന്നുണ്ടെന്ന് അറിയില്ല, കാരണം ഞാൻ വീഡിയോ എടുത്തപ്പോൾ കുറച്ചങ്ങ് നീങ്ങിപ്പോയി. ഇതാ കണ്ടോ, ഇങ്ങനെ സെൻറ്ററിൽ കൂടെയാണ് കൊടുക്കുന്നത്, ആ മടക്കിയ ഭാഗത്തൂടെ. എന്നിട്ട് അതിനെ ആ സെൻറ്ററിൽ വെച്ചിട്ട് ആ നൂല് വെച്ചൊന്ന് ചുറ്റി കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് ചുറ്റി ഒരു കെട്ടിട്ട് കൊടുക്കുക. അപ്പോഴത്തേനും വേണ്ടേ ഈ ഒരു ഷേപ്പിൽ കിട്ടും, ഒരു ബോയുടെ ഷേപ്പിൽ നമുക്ക് കിട്ടും. ഇങ്ങനെ നമുക്കൊരു 4 എണ്ണമാണ് ഞാൻ ചെയ്തെടുത്തേക്കുന്നത്. പെട്ടെന്ന് ചെയ്യാതെ കേട്ടോ. ഇതൊരു പീസ് എടുക്കുക, അതിൻ്റെ സ്റ്റിച്ചിൻ്റെ ഭാഗം കാണാതെ വരുന്ന രീതിയിൽ, എന്ന് വെച്ചാൽ ഉള്ളിൽ വരുന്ന രീതിയിൽ വേണം എടുക്കാനായിട്ട്. എന്നിട്ട് അതിൻ്റെ സെൻറ്ററിൽ കൂടെ റണ്ണിങ് സ്റ്റിച്ച് കൊടുത്ത് അതേ നൂല് വെച്ച് നല്ല ടൈറ്റായിട്ടൊന്ന് കെട്ടി കൊടുക്കുമ്പം നമ്മുടെ ബോ റെഡിയായി. അപ്പോൾ അത് നമ്മൾ ടൈറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അതിലേക്ക് നമുക്ക് ഓരോ ബീഡൂടെ വെച്ച് കൊടുക്കാം. ഇതിനകത്ത് ചെറിയ ബീഡ് വെച്ചാൽ മതി, കാരണം ഇതൊരു ചെറുതല്ലേ, അതുകൊണ്ട്. അപ്പോൾ തന്നെ അതിൻ്റെ സെൻറ്ററിലോട്ട് ബീഡ് വെച്ചൊന്ന് തയ്ച്ചെടുക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു തയ്ച്ചെടുക്കുമ്പോഴായിരിക്കും കുറച്ചുകൂടെ ലാസ്റ്റ് ചെയ്യുന്നതെന്ന് തോന്നുന്നുണ്ട്. ഞാൻ തയ്ച്ചാണ് എടുത്തത് കേട്ടോ. അപ്പോൾ തന്നെ അങ്ങനെ ഓരോന്നായിട്ട് തയ്ച്ചെടുത്തിട്ടുണ്ട്. നല്ല രസമല്ലേ ഇത് കാണാനായിട്ട്, പ്രത്യേകിച്ചും വൈറ്റ് ആകുമ്പോൾ വൈറ്റിനൊരു പ്രത്യേക ഭംഗിയാണ്. അപ്പോൾ അങ്ങനെ തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അങ്ങനെ അതെല്ലാം ചെയ്തെടുക്കാം. അപ്പം ഞാൻ നമ്മുടെ അതെല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. കണ്ടോ, നല്ല രസമല്ലേ ഇത് കാണാനായിട്ട്. ബ്ലൂ കളറിലെ ബീഡ് വെച്ച് കൊടുത്താലും നല്ല രസമായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് ഇതെല്ലാം നമുക്കിതിലേക്കൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരെണ്ണം ഞാൻ തയ്ച്ചെടുക്കുന്നുണ്ട്. തയ്ക്കേണ്ട ആവശ്യമില്ല കേട്ടോ, ഞാനത് ഇരിക്കത്തില്ല എന്ന് വെച്ചിട്ടാണ് തയ്ച്ചത്. തയ്ക്കുന്നതിനേക്കാളും നന്നായിട്ട് ഞാൻ ഗ്ലൂ വെച്ച് ഒട്ടിച്ചപ്പോൾ അത് ഇരുന്നിട്ടുണ്ടായിരുന്നു. തയ്ക്കുന്നവർക്ക് ഗ്ലൂ ഇല്ലാത്തവർ തയ്ച്ചെടുക്കുക, ഒരു കുഴപ്പമില്ല, ഒരുപാട് നാൾ ലാസ്റ്റ് ചെയ്യും. അപ്പോൾ ഇതാണ് ഇങ്ങനെ തയ്ച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഏകദേശം ഒരു അളവ് നോക്കി, ഒരു ലെവൽ, അതിൻ്റെ ഒരു ഗ്യാപ്പ് നോക്കിയിട്ട് അങ്ങനെ ചെയ്തെടുക്കാം. 4 ഫ്ലവർ ഉള്ളതുകൊണ്ട് ഇങ്ങനെയാണ് ചെയ്തെടുത്തത്. നമ്മൾ എത്രയാണോ കിട്ടുന്നത് അതിനനുസരിച്ചിട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മളത് കഴിഞ്ഞു. ഇനി അടുത്തത് ചെയ്യാം. അടുത്തതാണ് ഞാൻ ഈ ഒരു ഡോട്ട്സ് ഉള്ള നല്ല ഒരു നല്ലൊരു മെജന്ത കളറിൽ വൈറ്റ് ഡോട്ട്സ് ഉള്ള ഒരു ക്ലോത്താണ് എടുത്തേക്ക്. ഇത് കോട്ടൻ്റെ ക്ലോത്താണ് കേട്ടോ. ഇത് വെച്ച് ചെയ്യുമ്പോൾ നല്ല രസമാണത് കാണാനായിട്ട്. അപ്പോൾ അതിനെ ഞാൻ ഒരു സ്ക്വയർ പീസ് കട്ട് ചെയ്തെടുക്കാൻ പോകണം. നമുക്ക് നമ്മുടെ ഒരു പീസ് എടുക്കുക, എന്നിട്ട് തന്നെ നല്ലൊരു സ്ക്വയർ ആക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ? നോക്കിക്കോണം. നമ്മൾ ഒരു പീസ് എടുത്തു, ഇതിനെ 4 വശം ഒരുപോലെയുള്ളൊരു സ്ക്വയർ ആക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതിൻ്റെ ഒരു കോണിൽ നിന്ന് ഏതെങ്കിലും ഒരു മൂലയ്ക്ക് ഒന്ന് ഇപ്പുറത്തോട്ടൊന്ന് മടക്കി കൊടുക്കണം. എന്താണ്, ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കണം. എന്നിട്ട് ആ ബാക്കി വരുന്ന പീസ് ഉണ്ടല്ലോ, ആ ഒരു നീളത്തിലുള്ള പീസ് അതങ്ങ് കട്ട് ചെയ്ത് മാറ്റുക. ഇതുപോലെ നമ്മളങ്ങ് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. ഇത് കട്ട് ചെയ്ത് മാറ്റി കഴിയുമ്പോൾ കിട്ടുന്നത് നല്ലൊരു സ്ക്വയർ പീസായിരിക്കും. ഇതിൻ്റെ 4 വശവും ഈക്വൽ ആയിരിക്കും കേട്ടോ. ഈക്വലായിട്ട് നമുക്ക് കട്ട് ചെയ്ത് അങ്ങനെ നല്ല ഈസി ആയിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ആ പീസ് നമ്മൾ മാറ്റി വയ്ക്കാം. ആദ്യം ബോ ഉണ്ടാക്കിയതിന് ശേഷം അത് പിന്നെ ചെയ്യാനുള്ളതാണ്. ഇത് ആദ്യം മാറ്റി വയ്ക്കാം. അപ്പോൾ അത് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്, അത് മാറ്റി വെച്ചു. ഇനി നമുക്ക് നീളത്തിലുള്ളൊരു പീസ് കട്ട് ചെയ്തെടുക്കണം. ഇതിന് നല്ല നീളം ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ ആ ബോയുടെ നീളത്തിൽ ചുറ്റാൻ പറ്റുന്നതിനനുസരിച്ച് ഇതും ചുറ്റി തന്നെയാണ് എടുക്കുന്നത്. അതിനുവേണ്ടി നല്ല നീളമുള്ളൊരു പീസ് ഞാൻ ആ ബോയുടെ നീളത്തിനനുസരിച്ച് എടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ മുമ്പേ ചെയ്ത പോലെ തന്നെ അതെല്ലാം ബേസ് എല്ലാം ഒരുപോലെ തന്നെയാണ്, ബാക്കിയാണ് വ്യത്യാസമുള്ളത് കേട്ടോ. അതിൽ വരുന്ന ഡെക്കറേഷൻസിന് മാത്രമേ വ്യത്യാസമുള്ളൂ. അപ്പോൾ വേണ്ട അതുപോലെ ചുറ്റിയെടുത്തിട്ടുണ്ട്. ഇത് രസം, ഇതിൻ്റെ ആ ഒരു ഭംഗിയുണ്ടോ, എന്ത് രസം അത് കാണാനായിട്ട്. ഇത് മാത്രമായിട്ട് വേണമെങ്കിലും വെച്ച് കൊടുത്ത് വിടാം, നല്ല രസമുണ്ട്. അപ്പോൾ നല്ല ഫിനിഷായിട്ട് ഞാനത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ സ്ക്വയർ പീസ് എടുത്തു, നമ്മുടെ അതിൻ്റെ ഒരു കോണിൽ നിന്ന് മറ്റൊരു കോണിലേക്ക് മടക്കി കൊടുക്കുമ്പോൾ നല്ലൊരു ട്രയാങ്കിൾ ഷേപ്പ് കിട്ടും. ഇനി നമുക്കിതിനെ അതിൻ്റെ ആ സൈഡെല്ലാം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇതിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗം ഒന്ന് ചെറിയൊരു ഓപ്പണിങ് കൊടുത്തിട്ട് വേണം, ഫുൾ ഭാഗം സ്റ്റിച്ച് ചെയ്യരുത്. കാരണം നമുക്കിതിനെ അകത്തുനിന്ന് പുറത്തേക്ക് തിരിച്ചെടുക്കാനുള്ളൊരു ഗ്യാപ്പ് ഇട്ട് കൊടുക്കുക. മെഷീൻ ഇല്ലാത്തവർ കൈത്തയ്യൽ തയ്ച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇതാണ് ഇങ്ങനെ എടുക്കുന്നുണ്ട്. ഇനി അതിൻ്റെ ഒരു ഭാഗം ഞാൻ തുറന്നിട്ടിട്ടുണ്ടായിരുന്നു, ആ ഭാഗത്തുനിന്ന് ഇതുള്ളിൽ നിന്ന് പുറത്തേക്ക് എടുത്തു കൊടുക്കുന്നുണ്ട്. കണ്ടോ, ഉള്ളിൽ നിന്ന് പുറത്തേക്ക് എടുക്കുമ്പോൾ നല്ലൊരു ട്രയാങ്കിൾ ഷേപ്പ് കിട്ടിയ കണ്ടോ. അപ്പോൾ അതിൻ്റെ സൈഡൊക്കെ ഒന്ന് കുത്തിയെടുക്കണം കത്രികയുടെ അറ്റം വെച്ച്, എന്നാലേ നമ്മളത് ചെയ്തെടുക്കുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവത്തുള്ളൂ കേട്ടോ. അപ്പം ഞാനതിൻ്റെ അറ്റം എല്ലാം ഒന്ന് വെളിയിലേക്ക് കുത്തിയെടുത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ആ ഓപ്പൺ ആയിട്ട് കിടക്കുന്ന ഭാഗം ഉണ്ടല്ലോ, നമ്മളത് പുറത്തേക്ക് എടുത്താൽ ആ ഭാഗം ഉള്ളിലേക്ക് ഒന്ന് ജസ്റ്റ് മടക്കി ഒരു സ്റ്റിച്ച് കൊടുക്കാം. പശ ഉണ്ടെങ്കിൽ നമ്മുടെ പശ വെച്ചൊന്ന് ഒട്ടിച്ച് കൊടുത്താലും മതി. അപ്പോൾ നല്ല ഫിനിഷായിട്ടിരുന്നോളും. സ്റ്റിച്ച് വരുമ്പം ചിലപ്പോൾ സ്റ്റിച്ച് പുറത്ത് കാണാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിനെ ഒന്ന് രണ്ടായിട്ടൊന്ന് മടക്കി കൊടുക്കണം. അതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ.
ഇങ്ങനെ മടക്കി കൊടുക്കുമ്പോൾ അതിൻ്റെ സെൻറ്റർ പോർഷൻ ഇതാണ്ടേ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. അതിൻ്റെ സെൻറ്ററിൽ കൂടെ നമുക്കൊന്ന് റണ്ണിങ് സ്റ്റിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഒരു വര വന്നില്ലേ, ഇനി അതിലേക്കൂടെ അങ്ങേ അറ്റത്തുനിന്ന് ഇങ്ങനെ അറ്റം വരെ ആ ഒരു കോണിൽ നിന്ന് ഇപ്പോഴത്തെ അതിൻ്റെ സെൻറ്റർ വരെ ഒരു റണ്ണിങ് സ്റ്റിച്ച് കൊടുക്കാം. നമ്മൾ അല്ലാതെ തയ്ച്ച് വയ്ക്കരുത്, റണ്ണിങ് സ്റ്റിച്ചാണ് കൊടുക്കുന്നത്. ഒന്ന് വലിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. മിഷനൊന്നും വെച്ച് തയ്ക്കരുത്, കൈത്തയ്യൽ തന്നെ തയ്ക്കണം. അപ്പോൾ ഒന്ന് ഇതാണ് ഒരു റണ്ണിങ് സ്റ്റിച്ച് ഞാൻ സെൻറ്ററിൽ നിന്ന് ഇങ്ങോട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ സെൻറ്ററിൽ ആ ഒരു നമ്മൾ മടക്കുമ്പോൾ ഒരു മാർക്ക് വരുമല്ലോ, ആ മാർക്കിൽ കൂടെ ഇങ്ങേറ്റം വരെ ഒന്ന് തയ്ച്ചു കൊടുക്കാം. അതിൻ്റെ അറ്റം വരെ ഒന്ന് തയ്ച്ചു കൊടുക്കുന്നുണ്ട് കണ്ടോ. ഇനി നമുക്കിതിനെ ഒന്ന് വലിച്ചു കൊടുക്കണം കണ്ടോ. അതിന് കറക്റ്റ് സെൻറ്ററിൽ കൂടെയാണ് തയ്ച്ചെടുത്തേക്കുന്നത്. ഇനി അതിൻ്റെ ആ നൂലിൽ പിടിച്ച് ഇങ്ങോട്ട് വലിക്കുമ്പോഴത്തേന് അതിങ്ങനെ ചുരുങ്ങി വരും. അപ്പോൾ അങ്ങനെ ഇങ്ങനെ ഒന്ന് വലിച്ചു കൊടുക്കും. എന്നിട്ട് മണ്ടഭാഗം ഒന്ന് ആ ഒരു കോണിന് പോലിരിക്കുന്ന ഭാഗം ഉള്ളിലേക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് ലെവൽ ചെയ്ത് കൊടുത്തിട്ട് അങ്ങനെ ലെവൽ ചെയ്ത് കൊടുത്ത് വലിച്ചു കൊടുക്കുമ്പോൾ ഈ ഒരു ഷേപ്പിൽ ഇങ്ങനെ കിട്ടും. ഇനി അതേ നൂല് ഉപയോഗിച്ചിട്ട് നമ്മൾ പൊട്ടിക്കുന്നതിന് മുന്നേ, ആ നൂല് പൊട്ടിച്ച് കളയുന്നതിന് മുന്നേ നമ്മൾ അത് വെച്ച് നന്നായിട്ടൊന്ന് ചുറ്റി ടൈറ്റ് ചെയ്തൊന്ന് ചുറ്റി കൊടുക്കണം. അപ്പോൾ നല്ല രസമായിട്ടത് നല്ല അടിപൊളിയായിട്ട് കിട്ടും. കണ്ടോ നല്ല ഫിനിഷായിട്ട് കിട്ടും. അവിടെ തയ്യൽ വന്നേക്കുന്നുണ്ടോ ഈ സൈഡിൽ. അപ്പോൾ അവിടെ നമ്മൾ അതേ സെയിം കളറിലുള്ളൊരു നൂല് വെച്ചിട്ട് തയ്ക്കുകയാണെങ്കിൽ ഇങ്ങനെ അറിയാൻ പറ്റത്തില്ല. ഇത് ഞാൻ വൈറ്റ് നൂല് വെച്ച് തയ്ച്ചത് കൊണ്ട് തയ്യൽ അറിയുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് രസം അത് കാണാൻ. അപ്പോൾ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇത്രയും പോരാ, ഇതിനെ നമുക്കൊന്നുകൂടെ ഒന്ന് സുന്ദരിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ മുമ്പേ ആ ഒരു ബ്ലൂവിൻ്റെ മുകളിൽ വയ്ക്കാനായിട്ട് കുഞ്ഞ് ബട്ടർഫ്ലൈ പോലെ തയ്യാറാക്കി എടുത്തില്ലേ, അതുപോലെ തന്നെ നമുക്ക് ഒരെണ്ണം തയ്യാറാക്കി എടുക്കണം. അതിനേക്കാൾ ഒരു ഇച്ചിരി കൂടെ വലുപ്പത്തിൽ. അപ്പോൾ ഞാൻ ഒരു സ്ക്വയർ പീസ് ഇതുപോലൊരു വൈറ്റ് ക്ലോത്ത് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിനെ ഒന്ന് മുമ്പേ ബോ തയ്ച്ച പോലെ തന്നെ ഒരു സൈഡ് സ്റ്റിച്ച് ചെയ്തെടുക്കുക. കത്രികയുടെ അറ്റം വെച്ചിട്ടൊന്ന് കുത്തി ഒന്ന് മറിച്ചെടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് കുത്തിയൊന്ന് തിരിച്ചെടുത്ത് കൊടുത്തു. ഇനി അതിൻ്റെ സ്റ്റിച്ച് ഭാഗം നമ്മൾ ഈ തയ്ച്ച ഭാഗം ഈ സെൻറ്റർ ഭാഗത്ത് ആ തയ്യൽ കാണാൻ പറ്റുന്നതുണ്ടോ, ആ ഒരു മടക്ക് പോലെ ആ സെൻറ്ററിൽ വരുന്ന പോലെ ആക്കി വയ്ക്കണം. സെൻറ്ററിൽ വന്നുണ്ടോ കണ്ടോ. ഇനി ആ ഉള്ളിലേക്ക് അപ്പുറവും ഇപ്പുറവും ഒന്ന് മടക്കിയിട്ട് അതിൻ്റെ സെൻറ്റർ ഭാഗത്ത് ഒരു റണ്ണിങ് സ്റ്റിച്ച് കൊടുക്കുക, ആ രണ്ട് സൈഡും വിട്ടു പോകാത്ത പോലെ. എന്നിട്ട് അതുപോലെ അതിനെ സെൻറ്ററിൽ കൂടെ ചുറ്റിയെടുത്ത് ഒരു കുഞ്ഞു ബോ തയ്യാറാക്കിയെടുക്കാം, മുമ്പേ ചെയ്ത പോലെ തന്നെ. കണ്ടോ നല്ല രസമല്ലേ. ഇനി നമുക്കതിന് ഇതിൻ്റെ സെൻറ്ററിലോട്ടൊന്ന് ഫിറ്റ് ചെയ്ത് കൊടുക്കണം. ഇതിന് വേണ്ടി തയ്ക്കലൊന്നും വേണ്ട. അതിന് പകരം ഒരുപാട് തയ്യൽ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനാണെങ്കിൽ ഒരു ബാൻഡ്, ഒരു ചെറിയൊരു പീസ് എടുത്തിട്ട് ഒരു പൈപ്പ് പോലെ തയ്ച്ചെടുത്തിട്ടുണ്ട്. അതിൻ്റെ തയ്യൽ കാണാത്ത പോലെ അതാക്കിയെടുത്ത് ഇതിൻ്റെ സെൻറ്ററിൽ നമ്മൾ ചെയ്ത് വെച്ച ഈ ഹെയർ ബോ ഉണ്ടല്ലോ, നമ്മുടെ ആ കുഞ്ഞു ബോ ഉണ്ടല്ലോ ബട്ടർഫ്ലൈ പോലത്തെ, അതും ഇതും അതിൻ്റെ അടിയിലായിട്ട് വെച്ചിട്ട് ഇതുപോലെ വെച്ച് കണ്ടോ. അപ്പോൾ അതിനൊരു ബാൻഡ് പോലെ, അതിൻ്റെ സെൻറ്ററിലൊരു ബാൻഡ് പോലെ വന്നു. ഇനി അതിനെ ആ ഒരു പീസിനെ ആ ബാക്ക് സൈഡിൽ വെച്ചിട്ട് ആ ഒരു ബാൻഡിനെ ഒന്ന് തയ്ച്ചെടുത്താൽ മതി. കണ്ടോ. അപ്പോൾ ഒരു കെട്ട് പോലെ അങ്ങനെ സെക്യൂറായിട്ട് അങ്ങ് നിന്നോളും. അത് ബാക്കിയുള്ളത് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ആ ബാൻഡിൻ്റെ രണ്ടറ്റവും കൂടെ ടൈറ്റ് ചെയ്ത് പിടിച്ച് അവിടെ ഒരു സ്റ്റിച്ച് കൊടുത്താൽ മതി. കണ്ടോ. അവിടെ ഒന്ന് കൈത്തയ്യൽ തയ്ച്ച് കൊടുക്കുക, അല്ലെങ്കിൽ പശ വെച്ച് ഒട്ടിക്കുക. അപ്പോൾ ഞാൻ ആ ഭാഗത്ത് ഞാൻ തയ്ച്ചാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നല്ല ഫിനിഷായിട്ട് കണ്ടോ, എന്ത് രസം അത് കാണാനായിട്ട്. ആ കളർ കോമ്പിനേഷൻ നല്ല ഭംഗിയില്ലേ. അപ്പോൾ അങ്ങനെ നമ്മളൊരു തയ്യൽ കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് ടൈറ്റായിട്ട് അത് ഇളകി പോവാത്ത പോലെ തയ്ച്ചു കൊടുക്കാം. കണ്ടോ. അപ്പോൾ അത് കിട്ടിയേക്കുന്നുണ്ടോ, എന്ത് രസമാണ്. ഇനി നമുക്ക് ഇതിൻ്റെ ആ ഒരു പണികളൊക്കെ കഴിഞ്ഞു. ഇനി നമ്മളിതിനെ നമ്മുടെ ബോയിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നു. അത്രയേ ഉള്ളൂ. ഒരു കെട്ടിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ, അഴിഞ്ഞു പോകാത്ത രീതിയിൽ കെട്ടിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മളത് കട്ട് ചെയ്ത് മാറ്റി നമ്മുടെ ബോയിലേക്കൊന്ന് ഫിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ തയ്യൽ കാണുന്ന കണ്ടോ, അതേ സെയിം കളർ ആയിരുന്നെങ്കിൽ ആ തയ്യൽ എടുത്തറിയത്തില്ലായിരുന്നു, പെട്ടെന്ന് അറിയത്തില്ല, കുഴപ്പമില്ല. ഇനി നമുക്കതിനെ നമ്മുടെ ഹെയർ ബോയിലേക്കൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഹെയർ ബോ എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു സൈഡിലായിട്ട് വേണം വെക്കാനായിട്ട്, സെൻറ്ററിൽ വെക്കരുത്. സൈഡിലായിട്ട് വെച്ചിട്ട് നമ്മളൊന്ന് ഗ്ലൂ വെച്ച് ഒട്ടിക്കുകയോ തയ്ക്കുകയോ ചെയ്യുക. ഞാൻ തയ്ച്ച് വെച്ചതാണ് ചെയ്തത്. തയ്ച്ച് വെക്കുമ്പോഴാണ് എനിക്ക് കുറച്ചുകൂടെ നന്നായിട്ട് ഇരിക്കുന്ന പോലെ തോന്നിയത്. കണ്ടോ. ഇങ്ങനെ തയ്ച്ച് അപ്പുറവും ഇപ്പുറവും നമ്മുടെ യുക്തിക്കനുസരിച്ച് പോവാത്ത രീതിയിൽ, സ്റ്റിച്ച് പുറത്ത് കാണാത്ത പോലെ നന്നായിട്ട് തന്നെ തയ്ച്ചെടുക്കണം. കണ്ടോ. ഇതാകുമ്പോൾ ഇങ്ങനെ തന്നെ അങ്ങ് ഇരുന്നോളൂ, അങ്ങ് പോത്തേ ഇല്ല. കണ്ടോ. ഇങ്ങനെ നല്ലപോലെ തയ്ച്ച് ടൈറ്റ് ചെയ്ത്
എടുക്കുക. നമ്മുടെ ബോ റെഡി ആയി കഴിഞ്ഞു. കണ്ടോ എന്ത് രസമാണ് ഇത് കാണാനായിട്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.